ഓം ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം. ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ മഹാസരസ്വതി നമ. ശ്രീ മഹാഗുരുഭ്യോ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീനാരായണ ഭട്ടതിരി നമസ്തേ. നമാമി നാരായണ പാദപങ്കജം. കരോമി നാരായണ പൂജനം സദാ. വദാമി നാരായണ നാമ നിർമ്മലം. സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യതജ്ഞോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഖപരിതപ്തജനാദയോദാത് നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭക്തജനങ്ങളെ, ഇന്ന് നമുക്ക് 11ാമത്തെ ദശകം നോക്കാം. ദശകം ഓം നമോ നാരായണായ. ദശകം 11. ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഉത്പത്തി, വൃത്തം, ഉപജാതി. ഈ ദശകത്തിൽ വരാഹാവതാരത്തിൻ്റെ ഉപക്രമമായി സനകാദികളുടെ വൈകുണ്ഠപ്രാപ്തി, ജയവിജയശാപം, ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കളുടെ ജനനം, ഹിരണ്യാക്ഷൻ്റെ പരാക്രമം എന്നിവയാണ് വർണ്ണിക്കുന്നത്. സനകാദികൾ വൈകുണ്ഠലോകം പ്രാപിക്കുന്നു. 1-ാമത്തെ ശ്ലോകം. ക്രമേണ സർഗേ പരിവർദ്ധമാനേ. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കദാപി ദിവ്യാഃ സനകാദയസ്തേ. കദാപി ദിവ്യാഃ സനകാദയസ്തേ. ഭവദ്വിലോകായ വികുണ്ഠലോകം. ഭവദ്വിലോകായ വികുണ്ഠലോകം. പ്രഭേതിരേ മാരുതമന്ദിരേശ. പ്രഭേതിരേ മാരുതമന്ദിരേശ. ഇവിടെ 3-ാമത്തെ വരിയിൽ മാത്രമേ നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാനുള്ളൂ, അതായത് പദം മുറിക്കാനുള്ളൂ. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഭവത് വിലോകായ. ഭവത് വിലോകായ എന്ന് ചെല്ലുന്നതിനേക്കാളും ഭവത് വിലോകായ വികുണ്ഠലോകം എന്ന് ചെല്ലിയാൽ മതി. ഇതിൻ്റെ അർത്ഥം നോക്കാം. സർഗേ ക്രമേണ പരിവർദ്ധമാനേ കഥാപി ദിവ്യാഃ തേ സനകാദയഃ. സൃഷ്ടി പടിപടിയായി വർദ്ധിച്ചു കൊണ്ടിരിക്കെ ഒരു ദിവസം ദിവ്യന്മാരായ ആ സനകാദികൾ മാരുതമന്ദിരേശ, ഗുരുവായൂരപ്പ. മാരുതൻ എന്ന് പറഞ്ഞാൽ കാറ്റ്, മന്ദിരം എന്ന് പറഞ്ഞാൽ പുരം അല്ലെങ്കിൽ അമ്പലം എന്നൊക്കെ അർത്ഥം. ഈശൻ, അപ്പോൾ ഗുരുവായൂരപ്പനി പതിയാണ്. ഭവത് വിലോകായ, അവിടുത്തെ കാണാനായിക്കൊണ്ട് വികുണ്ഠലോകം പ്രഭേതിരേ, വൈകുണ്ഠലോകത്തിലെത്തി. 10-ാം ദശകം 3-ാം ശ്ലോകത്തിൽ വർണ്ണിച്ച സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ ഇവരെ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണല്ലോ. ഇവരെ ഒന്നായിട്ട് സനകാദികൾ എന്നാണ് പറയുക. ഇവർ പരംഭക്തന്മാരാണ്. ഭാഗവതം 3യ സ്കന്ധം 15, 16, 17 അധ്യായങ്ങളാണ്. അധ്യായങ്ങളുടെ കഥയാണ് ഈ ദശകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് കൂട്ടി വായിക്കാം. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കഥാപി ദിവ്യാഃ സനകാദയസ്തേ. ഭവദ്വിലോകായ വികുണ്ഠലോകം. പ്രഭേതിരേ മാരുതമന്ദിരേശ. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കഥാപി ദിവ്യാഃ സനകാദയസ്തേ. ഭവദ്വിലോകായ വികുണ്ഠലോകം. പ്രഭേതിരേ മാരുതമന്ദിരേശ. 2-ാമത്തെ ശ്ലോകം. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈരനേകവാപി മണിമന്ദിരൈശ്ച. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈ അനേകവാപി മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാः പ്രാപുഃ അതീതകക്ഷ്യാः. അനോപമം തം ഭവതോ നികേതം മുനീശ്വരാः പ്രാപുഃ അതീതകക്ഷ്യാः. ഇതിലിങ്ങനെയാ പദം മുറിക്കാൻ നോക്കാം. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈരനേകാന്നുണ്ട്. അപ്പം കാനനാദ്യൈർ അനേകവാപി മണിമന്ദിരൈശ്ച അങ്ങനെ വായിക്കണം. അനോപമം തം ഭവതോ നികേതം
മുനീശ്വര പ്രാപുഹു അതീതകക്ഷ്യാഹ, അല്ലെങ്കിൽ പ്രാപുർ അതീരകക്ഷ്യ, അങ്ങനെ വായിച്ചാലും മതി. അർത്ഥം നോക്കാം. മുനീശ്വരാഹ അതീതകക്ഷ്യാഹ, മഹർഷിമാർ 6 മതിൽക്കെട്ടുകൾ കടന്ന് മനോജ്ഞ നൈശ്രേയസകാനനാദി, മനോഹരമായ നൈശ്രേയസം എന്ന ഉദ്യാനം മുതലായവ കൊണ്ടും അനേകവാപി മണിമന്ദിരേശ്ച, അനേകം തടാകങ്ങൾ കൊണ്ടും മണിമാളികളെ കൊണ്ടും അനോപമം ഭവതഃ തം നികേതം പ്രാപുഹു, അതുല്യമായ അവിടുത്തെ ആ വാസഗൃഹത്തിൽ അടുക്കൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇവിടെ മനോജ്ഞ നൈശ്രേയസം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠത്തിലെ ഉദ്യാനമാണ്. അപ്പോൾ അതങ്ങനെ തന്നെ വായിക്കണം. മനോജ്ഞ നൈശ്രേയസ കാനനാദേഹി. അപ്പം നമുക്കൊന്ന് ട്യൂണിൽ വായിച്ചാലോ. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈർ അനേകവാപി മണിമന്ദിരൈശ്ച, മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈർ അനേകവാപി മണിമന്ദിരൈശ്ച, അനോപമം തം ഭവതോ നികേതം, അനോപമം തം ഭവതോ നികേതം, മുനീശ്വരാः പ്രാപുരതീതകക്ഷ്യാः, മുനീശ്വര പ്രാപുർ അതീതകക്ഷ്യാः. ഇനി 3-ാമത്തെ ശ്ലോകം നോക്കാം. ജയവിജയന്മാർ സനകാദികളെ തടയുന്നു. അവർക്ക് കോപം വരുന്നു. ഭവദ്ദിദിക്ഷൂൻ ഭവനം വിവിക്ഷൂൻ, ഭവദ്ദിദിക്ഷൂൻ ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ, ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ, ദ്വാസ്തൗ ജയസ്ഥാൻ വിജയോപ്യരുന്ധാം, ദ്വാസ്തൗ ജയസ്ഥാൻ വിജയോപ്യരുന്ധാം, തേഷാം ച ചിത്തേ പദമാപകോപഃ, തേഷാം ച ചിത്തേ പദമാപകോപഃ, സർവം ഭവത്പ്രേരണയൈവ ഭൂമൻ, സർവം ഭവത്പ്രേരണയൈവ ഭൂമൻ. ഇതെങ്ങനെയാ പദം മുറിക്കാൻ നോക്കാം. ഭവദ്ദിദൃക്ഷൂൻ, ഭവത് ദിദൃക്ഷൂൻ, അതാണ് ഭവദ്ദിദൃക്ഷൂൻ, അതങ്ങനെ തന്നെ വായിക്കാം. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ, ദ്വാസ്തൗ ജയസ്ഥാൻ വിജയോപ്യരുന്ധാം, വിജയോപി അരുന്ധാം എന്നാണ് മുറിച്ച് വായിക്കേണ്ടത്. ഇനി പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ വായിക്കാം. വിജയോപ്യരുന്ധാം, തേഷാം ച ചിത്തേ പദമാപകോപഃ, സർവം ഭവത്പ്രേരണയൈവ ഭൂമൻ. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ, അവിടുത്തെ കാണുവാൻ അകത്തേക്ക് കടക്കാൻ ഭാവിക്കുന്ന, താൻ ദ്വാസ്തൗ ജയ അപി അരുന്ധാം, ആ സനകാദികളെ ദ്വാരപാലകന്മാരായ ജയനും വിജയനും തടഞ്ഞു. തേഷാം ചിത്തേ കോപഃ പദം ആപച, അവരുടെ സനകാദികളുടെ മനസ്സിൽ കോപം സ്ഥലം പിടിക്കുകയും ചെയ്തു. ഭൂമൻ സർവം ഭവത് പ്രേരണയായേവ, അചിന്യ വൈഭവനായ ഭഗവാനെ, എല്ലാം അവിടുത്തെ പ്രേരണ കൊണ്ട് തന്നെ. ഭൂമൻ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വൈഭവത്തോട് കൂടിയിട്ടുള്ള ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭൂമൻ എന്ന് വിളിച്ചിട്ടുള്ളത്. ഒക്കെ അവിടുത്തെ പ്രേരണ കൊണ്ട് തന്നെയല്ലേ നടന്നത്. രാഗദ്വേഷാദികളില്ലാത്ത ധനകാരികൾക്ക് പോലും കോപം വന്നത് ഭഗവാന്റെ പ്രേരണ കൊണ്ടാണെന്നർത്ഥം. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് എന്തും നടക്കുമെന്ന് ഭൂമൻ എന്ന സംബോധന കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ട്യൂണിൽ വായിക്കാം. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ, ദ്വാസ്തൗ ജയസ്ഥാൻ വിജയോപ്യരുന്ധാം, ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ, ദ്വാസ്തൗ ജയസ്ഥാൻ വിജയോപി അരുന്ധാം, തേഷാം ച ചിത്തേ പദമാപകോപഃ, തേഷാം ച ചിത്തേ പദമാപകോപഃ, സർവം ഭവത്പ്രേരണയൈവ ഭൂമൻ, സർവം ഭവത്പ്രേരണയൈവ ഭൂമൻ. ഈ 4-ാമത്തെ ശ്ലോകം നോക്കാം. വൈകുണ്ഠലോകാനുചിതപ്രചേഷ്ടൗ, വൈകുണ്ഠലോകാനുചിതപ്രചേഷ്ടൗ, കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം, കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം, ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ, ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ, ഹരിസ്മൃതിർ നോസ്തുതി നേമതുസ്താൻ, ഹരിസ്മൃതിർ നോസ്തുതി നേമതുസ്താൻ. ഇതെങ്ങനെയാ പദം മുറിക്കാൻ നോക്കാം. വൈകുണ്ഠലോകാൻ ഉചിത പ്രചേഷ്ടൗ, അനുചിത എന്നാണ് വായിക്കണം. വൈകുണ്ഠലോകാൻ അനുചിത അങ്ങനെ വായിക്കണം. വൈകുണ്ഠലോകാനുചിത അല്ല, വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടൗ.
അപ്പോൾ നമ്മൾ ദീർഘം വായിക്കുമ്പോൾ ഇങ്ങനെ തന്നെ വായിച്ചു പോകും. പക്ഷെ അർത്ഥം മനസ്സിലാക്കണം. വൈകുണ്ഠലോക അനുചിത പ്രജേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർ നോസ്തുതി നേമതുസ്താൻ എന്നാ പറയുന്നത്. ഹരിസ്മൃതിർ നേമതുഹു താൻ, അതാണ് നേമതുസ്താൻ വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അർത്ഥം നോക്കാം. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ, വൈകുണ്ഠലോക അനുചിത പ്രചേഷ്ടൗ, വൈകുണ്ഠലോകത്തിനിണങ്ങാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം, ദുഷ്ട സ്വഭാവന്മാരായി നിങ്ങൾ രണ്ടുപേരും അസുരന്മാരായി തീരട്ടെ. ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ എന്ന് ശപിക്കപ്പെട്ട തൃപ്പാദ ആശ്രിതന്മാരായ ആ ജയവിജയന്മാർ നഹാ ഹരിസ്തുതിയാസ്തു, ഞങ്ങൾക്ക് ഭഗവത് സ്മരണം ഉണ്ടാകണേ എന്ന് പറഞ്ഞ് താൻ ഇതി നേമതുഹു എന്ന് പറഞ്ഞ സനകാദികളെ നമസ്കരിച്ചു. നേമതുഹു എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചു എന്നർത്ഥം. ഹരിസ്മൃതിർ നോ സ്ഥിതി ആണുള്ളത്. ഹരിസ്മൃതിർ നഹ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഹരിസ്മൃതി എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചു എന്നവരുടെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിച്ചുകൊണ്ട് അവർ നമസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ട്യൂണിൽ നോക്കാം. വൈകുണ്ഠലോകാനുചിത പ്രജേഷ്ടൗ, വൈകുണ്ഠലോക അനുചിത പ്രജേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം, കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ, ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർ നോസ്തുതിനേമതുസ്താൻ, ഹരിസ്മൃതിർ നോസ്തുതിനേമതുസ്താൻ. ഈ 5-ാമത്തെ ശ്ലോകം നോക്കാം. ഭഗവാൻ സനകാദികളുടെ അടുക്കലേക്ക് വരുന്നു. തദേതദാജ്ഞായ ഭവാൻ അവാപ്തഃ, തദേതദാജ്ഞായ ഭവാൻ അവാപ്തഃ സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷഃ, സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷഃ ഖഗേശ്വരം സാർപ്പിതചാരുബാഹുർ ആനന്ദയം താൻ അഭിരാമമൂർത്തിയാ. ഖഗേശ്വരം സാർപ്പിതചാരുബാഹുരാനന്ദയം സ്ഥാൻ അഭിരാമമൂർത്തിയാ. ഇതെങ്ങനെയാ പദം മുറിക്കുക നോക്കാം. തദേതദാജ്ഞായ ഭവാൻ അവാപ്ത, ഭവാൻ അവാപ്ത എന്നുണ്ട്. ഭവാൻ അവാപ്ത എന്ന് നമ്മൾ വായിക്കുമ്പോൾ ഹൈവ ലക്ഷ്മ്യ ബഹിർ അംബുജാക്ഷ, ബഹിരംബുജാക്ഷ, ബഹിർ അംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹുർ ആനന്ദയം താൻ അഭിരാമമൂർത്തിയാ. ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹുർ ആനന്ദയൻ താൻ അഭിരാമമൂർത്തിയാ. ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം. അംബുജാക്ഷ ഭവാൻ തത് ഏതത് ആജ്ഞായ, പുണ്ടരീകാക്ഷ അവിടുന്ന് ജയവിജയന്മാർ തടഞ്ഞ കാര്യം അറിഞ്ഞിട്ട് ലക്ഷ്മ്യാ സഹയേവ ഖഗേശ്വരാം സർപ്പിത ചാരുബാഹു, ലക്ഷ്മി ഭഗവതിയോടുകൂടെ തന്നെ ഗരുഡൻ്റെ ചുമലിൽ തൃക്കൈ വെച്ചുകൊണ്ട് അഭിരാമമൂർത്തിയാ താൻ ആനന്ദയൻ ബഹി അവാപ്ത, സുന്ദരാകൃതിയായി ആ സനകാദികളെ ആനന്ദിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ലക്ഷ്മി ഭഗവതിയോടുകൂടി ഗരുഡാരൂഢനായിട്ടാണ് ഭഗവാൻ സനകാദികളുടെ അടുക്കലേക്ക് വന്നത്. ഭാഗവതം 3-ാം സ്കന്ധം 15-ാം അധ്യായത്തിൽ തം ത്വാഗതം എന്ന് തുടങ്ങി 5 ശ്ലോകം കൊണ്ട് വർണ്ണിച്ച ഭഗവത് രൂപത്തെയാണ് ഇവിടെ അഭിരാമമൂർത്തിയ എന്ന ഒറ്റപ്പദത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത്. അംബുജാക്ഷ എന്ന സംബോധന ഭഗവാന്റെ അപ്പോഴത്തെ പ്രസന്ന മുഖഭാവത്തെ വ്യക്തമാക്കുന്നു. തന്നെ കാണാൻ വരുന്നവരെ അങ്ങോട്ട് ചെന്ന് കണ്ട് ഭക്തവാത്സല്യതയും കാണിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ട്യൂണിൽ ചൊല്ലി നോക്കാം. തദേതദാജ്ഞായ ഭവാനവാപ്തഃ സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹുർ ആനന്ദയം താൻ അഭിരാമമൂർത്തിയാ. തദേതദാജ്ഞായ ഭവാൻ അവാപ്തഃ സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷഃ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹുർ ആനന്ദയം താൻ അഭിരാമമൂർത്തിയാ. ഇത് ചെറിയ ശ്ലോകങ്ങളായതുകൊണ്ടാണ് 5 ശ്ലോകം ചൊല്ലിയത്. എല്ലാവർക്കും പഠിക്കാൻ എളുപ്പമായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം തത്സത്. നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ. നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ. നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ് ജയ് ഗോപാല ഹരേ. ഗോപാല ഹരേ.